പരിശുദ്ധ ദൈവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് വിതുല വിജയൻ. ഞാൻ ചേർത്തലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ UK-യിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. എനിക്ക് കിട്ടിയ രോഗസൗഖ്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് ഓഗസ്റ്റ് 2023 27-ാം തീയതിയാണ്. അതിൽ എനിക്കൊരു 10 കൊല്ലമായിട്ട് ചെവിയിൽ കുരു വരുന്ന ഒരസുഖം ഉണ്ടായിരുന്നു. ഫറങ്കിൾ എന്ന് പറയും. അത് കുരു വന്ന് പോകുകയല്ല, അത് നമ്മൾ ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് പിന്നെ ബ്ലേഡ് വെച്ച് അത് തുറന്ന് അതിന് സക്ഷനൊക്കെ വലിച്ച് പഴുപ്പ് വലിച്ചെടുത്ത് അങ്ങനെ ഒരു അസുഖമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അത് ഞാൻ ഏത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ ഞാനൊരാഴ്ച ലീവാണ്, ഇത് കാരണം സിക്ക് ലീവാണ്. അപ്പം അതെനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി. അതിനേക്കാൾ ഉപരി അതിന് ഭയങ്കര വേദനയായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ UK-യിലോട്ട് തിരിച്ചു പോയതിന് ശേഷം എനിക്ക് ഈ കുരു വീണ്ടും വന്നപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഉടമ്പടി ഉപ്പ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ ഉടമ്പടി എടുത്തതാണ്, ഇനി ഞാനിത് കീറാൻ പോകത്തില്ല, അത്രയ്ക്ക് വേദനയാണ് അതിന്. അപ്പം ഞാൻ ഇയർബഡ്സിൽ ഞാൻ കുറച്ച് ഉടമ്പടി ഉപ്പെടുത്തിട്ട് എൻ്റെ കുരു വന്ന ഭാഗത്ത് ചെവിയുടെ ഇച്ചിരി ഉള്ളിലാണ് ഒരു ശകലം ഞാൻ എടുത്ത് ചെവിയുടെ ഉള്ളിൽ ഞാനത് പുരട്ടി 3 ദിവസം ഞാനത് പുരട്ടി. അതിനുശേഷം എനിക്ക് ഇതുവരെ ആ ചെവിയിലൊരു കുരുവോ അങ്ങനെ ഒരു ഇതോ ഉണ്ടായിട്ടില്ല. അതിന് മാതാവിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. രണ്ടാമതായിട്ട് ഞാൻ ഇവിടുന്ന് UK-ക്ക് പോയത് ഒരു സീനിയർ കെയറായിട്ടാണ്. എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് 2 വർഷത്തിനുള്ളിൽ എനിക്ക് നേഴ്സാകണമെന്ന് ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു. അതിന് ഉള്ള എല്ലാ പ്രോസസ്സിങ്ങും വളരെ എളുപ്പമായിട്ട് അമ്മ എനിക്ക് ചെയ്തു തന്നു. എൻ്റെ OSCE CBT എക്സാംസ് എല്ലാം വളരെ എളുപ്പത്തിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് പാസ്സാകുവാനും എളുപ്പം ജോലി കിട്ടുവാനും എല്ലാം വളരെ എളുപ്പത്തിൽ അമ്മ എനിക്ക് ചെയ്തു തന്നതിൽ 1000 നന്ദി പറയുന്നു. ഇനി എനിക്ക് രണ്ട് സാക്ഷ്യങ്ങൾ കൂടി പറയാനുണ്ട്. ഒന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റേതും ഒന്ന് എൻ്റെ അനിയത്തിയുടേതുമാണ്. അവർ കൂടെ ഇല്ലാത്തതിനാൽ അത് പറയേണ്ടെന്ന് ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെയ്ത കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേ ദിവസം ഞാൻ UK-ക്ക് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പേപ്പർ കൊടുക്കാൻ സാധിച്ചില്ല. അപ്പം എൻ്റെ അമ്മയാണ് അത് ചെയ്തത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഓരോ മാസവും അവിടെ UK-യിലുള്ള നഴ്സുമാർ നാട്ടിൽ പോയിട്ട് വരുമ്പം എനിക്ക് പേപ്പർ കൊണ്ടുതരും. ആ പേപ്പർ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കും എല്ലാവർക്കുമായിട്ട് ഞാൻ പ്രാർത്ഥിച്ച് ഈശോയെ മഹത്വപ്പെടുത്തി ഞാൻ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. അത് നമ്മുടെ ആൾക്കാർക്കല്ല, അല്ലാതെ ഇംഗ്ലീഷ് അവിടെയുള്ള ആൾക്കാർക്കെല്ലാവർക്കും ഞാൻ മഹത്വപ്പെടുത്തി കൊടുക്കുമായിരുന്നു. പിന്നെ എനിക്ക് എല്ലാ മാസവും കിട്ടുന്നതിൽ നിന്നും ശമ്പളം കിട്ടുന്നതിൽ നിന്നുള്ള ഒരു എമൗണ്ട് മാറ്റി വെച്ചിട്ട് ഇവിടെ കാരുണ്യ പ്രവർത്തികൾക്കായിട്ട് അമ്മയ്ക്ക് അയച്ചു കൊടുക്കും. അങ്ങനെ ഓൾഡ് ഏജ് ഹോമിൽ ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾക്ക് അങ്ങനെ എല്ലാ മാസങ്ങളിലും സഹായം ചെയ്തു വരുന്നു. പിന്നെ ക്യാൻസർ പേഷ്യൻറ്റിന് കീമോ ചെയ്യാനുള്ള പൈസ എല്ലാ ധനസഹായം ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഉടമ്പടി വസ്തുക്കൾ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് അസുഖം വന്നാലും മരുന്ന് കഴിക്കേണ്ട അസുഖം ആണെങ്കിൽ തന്നെയും ആദ്യം ഞാൻ ഉടമ്പടി വസ്തുക്കൾ കൊടുത്തതിന് ശേഷം മാത്രമാണ് മരുന്ന് കൊടുക്കാറ്. ദൈവം സഹായിച്ച് എനിക്ക് ഇതുവരെയും അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും അങ്ങനെ വന്നിട്ടില്ല. ചെറിയ ഇതിൽ വന്നാൽ തന്നെയും ഉടമ്പടി വസ്തുക്കൾ തേക്കുമ്പോൾ തന്നെയും അവർക്ക് നല്ല സൗഖ്യം ഉണ്ടെന്നാണ് പറയുന്നത്. എൻ്റെ മകനാണെങ്കിൽ എന്ത് തന്നെ ബുദ്ധിമുട്ട് വന്നാലും അതാദ്യം വന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ പിന്നെ എൻ്റെ കൂടെയുള്ളവർക്ക് എന്തെങ്കിലും ഇത് വരികയാണെങ്കിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള ഉടമ്പടി വസ്തുക്കൾ ഉപ്പും എല്ലാം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി അവർക്ക് കൊടുക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങളാണ് അമ്മ എനിക്ക് തന്നത്. ഇതിനേക്കാളും വലിയ രീതിയിൽ സാക്ഷ്യം പറയാൻ ഞാൻ അടുത്ത തവണ ഇവിടെ വരാൻ അമ്മേനെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:12 കർത്താവേ, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ സഹോദരി നമ്മോട് പറഞ്ഞത് 10 തവണ ഒരു കാതിലൊരു മുഴയുണ്ടായിരുന്നു, വ്രണമായിട്ട് വന്നത് 10 തവണ അത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റിയെന്ന്. എന്നിട്ടും അത് മാറുന്നില്ല. അങ്ങനെ അവരിവിടെ വന്ന് ഉടമ്പടി നേർച്ച വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത്. അവർ വിദേശത്ത് UK-യിൽ പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ചെന്ന് ഈ ചെവിയിലൊരു മുഴ വന്നു. അവരമ്മയോട് പറഞ്ഞു, മാതാവേ, ഞാൻ ഉടമ്പടി എടുത്ത ആളാണ്,
എനിക്കിവിടെ ഒരു ചികിത്സയ്ക്ക് പോകാനായിട്ട് സാധിക്കില്ല, അതുകൊണ്ട് അമ്മ എൻ്റെ ഈ കാതിലുള്ള മുഴ അത് മാറ്റിത്തരണമെന്ന് പറഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലി ആ ഉപ്പ് ബഡ്സിലെടുത്ത് കാതിലിട്ടെന്ന്. അതിട്ടതിൽ പിന്നെ അവർക്ക് ഇതുവരെയും ആ കാതിലുള്ള മുഴ വ്രണം ഇതുവരെയും വന്നിട്ടില്ല. പരിശുദ്ധമ്മയോട് പറഞ്ഞിട്ട് ചെയ്യുന്നതൊന്നും പരിശുദ്ധമ്മ അത് പാഴാക്കി കളയില്ല. അതപ്പം തന്നെ ഈശോയോട് പറയും, അവരുടമ്പടി എടുത്ത മക്കളാണ് മോനെന്ന്. അങ്ങനെ പരിശുദ്ധമ്മ ഈ മോളുടെ കാതിലെ വ്രണം സുഖപ്പെടുത്തി കൊടുത്തെന്ന്. അതിനുശേഷം അവർക്കുണ്ടായിരുന്നത് വിദേശത്തേക്ക് പോകാനുള്ള വിദേശം ചെന്ന് കഴിഞ്ഞുള്ള ഒരു പരീക്ഷയുണ്ട്. ആ പരീക്ഷയിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അവർ പാസ്സായി. നേർച്ച വസ്തുക്കളാണ് ഉപയോഗിച്ചത്. കാശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ടും ഉടമ്പടി തൈലമെടുത്ത് നെറ്റിയിൽ കുരിശ് വരച്ചുകൊണ്ടും പരീക്ഷ എഴുതുകയാണ്. അമ്മയോട് പറഞ്ഞിട്ടാണ് എല്ലാം ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെപ്പോലെയാണ് എളിമപ്പെട്ട് നിന്നു ഉടമ്പടിയിൽ. എളിമയാണ് അവിടെ കാണിച്ചത്. അതാണ് അവിടെ അഭിഷേകമായിട്ട് വരുന്നത്. കുഞ്ഞുങ്ങളെപ്പോലെ എല്ലാ കാര്യങ്ങളും മാതാവിനോട് പറഞ്ഞിട്ടാണ് ചെയ്തെന്ന് ആ കുട്ടി പറയുകയുണ്ടായി. ഇതുപോലെ പറഞ്ഞ് പരീക്ഷ എഴുതിയിട്ട് എല്ലാവരേക്കാളും ഫസ്റ്റ് റാങ്കോടുകൂടി ആ മോളും പാസ്സായി. അവൾക്ക് കൊടുക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും ഉടമ്പടി ജീവിതമാണ് മനോഹരമാക്കുന്നത്. വിശ്വസ്തയോടുകൂടി വിശ്വാസത്തോടുകൂടി കൃത്യമായി ചെയ്താൽ പരിശുദ്ധമ്മ കൈവിടില്ലെന്ന് ആ മോള് നമ്മളോട് പറയുകയാണ്. കാനായിലെ കല്യാണ വിരുന്നിലുണ്ടായിരുന്ന കാര്യം ആദ്യം അറിഞ്ഞത് അമ്മയാ. കുറവുള്ള എവിടെയാണെന്ന് നോക്കി അമ്മ അവിടെ നിറവാക്കി കൊടുത്തു. ഈ മോളിലൂടെ സാക്ഷ്യം നമ്മോട് പറയുകയാണ്. അവൾക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാൻ സാധിക്കാത്ത സമയങ്ങളിൽ ആ മോൾക്ക് കിട്ടിയ പത്രം കൊണ്ടുവന്ന് UK ഓരോ വീടുകളിലും ആ മോളുടെ സാക്ഷ്യം പറഞ്ഞ് അവിടെയെല്ലാം പറയുകയാണ് അമ്മ ചെയ്ത അനുഗ്രഹം. ഈ അമ്മയാണ് എനിക്കിത് ചെയ്തു തന്നത്, ഈ അമ്മയാണ് എന്നെ വിജയിപ്പിച്ചത്, ഈ അമ്മയാണ് എനിക്കൊരു വീട് തന്നത്. അവിടെ ചെന്നാൽ വീടൊന്നും കിട്ടില്ല, ആ കൂട്ടുകാരി പറഞ്ഞു കൊടുത്ത് അവിടെ താമസിക്കാനുള്ള വീട് കൊടുത്തത് അമ്മയാണെന്ന് അവരെല്ലാവരോടും പറഞ്ഞുകൊണ്ട് അവരവിടെ വീടുകളിൽ പത്രം കൊണ്ടേ കൊടുക്കുകയാണ്. ഇവിടെ നിന്നിട്ട് വിദേശത്തൊക്കെ ഒത്തിരി പൈസ ഉള്ളത് കൊണ്ട് അവിടെ ഒന്നും ഇതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് അമ്മ ഇവിടെ എൻ്റെ ഈ ദശാംശം ഞാൻ അയച്ചു തരാം, അത് അമ്മ അനാഥാലയത്തിലോ പാവപ്പെട്ട രോഗികൾക്കോ ഹോസ്പിറ്റലിലോ ഒക്കെ കൊടുത്തോളൂ എന്നും പറഞ്ഞുകൊണ്ട് ഈ മോൾ എല്ലാ മാസവും ദശാംശം അമ്മയുടെ അടുക്കലേക്ക് അയച്ചു കൊടുത്തിട്ട് അമ്മ ഹോസ്പിറ്റലിൽ പോവുകയും പൊതിച്ചോറ് കൊണ്ടേ കൊടുക്കുകയും എല്ലാം ഈ മോൾക്ക് വേണ്ടിയിട്ട് അമ്മ ചെയ്തപ്പോൾ പരിശുദ്ധമ്മ വിശ്വാസത്തിൽ നിന്നതുകൊണ്ട് ഈ മോള് വിശ്വാസത്തിൽ നിന്നതുകൊണ്ട് ആ പ്രാർത്ഥനകളെല്ലാം അവൾക്ക് സാധിച്ചു കൊടുക്കുകയാണ്. ഇതാണ് ഉടമ്പടി ജീവിതം. ശ്രദ്ധിച്ച് ചെയ്താൽ അമ്മ കൈവിടത്തില്ല നിങ്ങളെ ആരെയും. പരിശുദ്ധ അമ്മ വഴി ഈശോ കൊടുത്ത ഓരോ വൻ കൃപകൾക്കെല്ലാം പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് കോടാനകോടി നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.